ഓല ഇന്ന് നമുക്ക് അടിപൊളി തലശ്ശേരി ചിക്കൻ ദം ബിരിയാണി ഉണ്ടാക്കാം. അപ്പോൾ വെൽക്കം ടു മൈ ചാനൽ എസ് ആൻഡ് ഗ്ലോസ്. ആദ്യം വലിയ 2 സവോള എടുക്കുക. അത് കനം കുറച്ച് കട്ട് ചെയ്യുക. അതിൽ 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചതും 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചതും 3 ടേബിൾ സ്പൂൺ പച്ചമുളക് ചതച്ചതും ഇടുക. 2 മീഡിയം സൈസിലെ തക്കാളി കട്ട് ചെയ്തിടുക. മൂന്ന് ടേബിൾ സ്പൂൺ പുതിന ഇലയും ഇടുക. 3 ടേബിൾ സ്പൂൺ മല്ലിയില അരിഞ്ഞതും ഇടുക. മൂന്ന് ടീസ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിനനുസരിച്ച് മാറ്റം വരുത്താട്ടോ. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1.5 ടേബിൾ സ്പൂൺ ബിരിയാണി മസാലയും ഇടുക. മൂന്ന് ടേബിൾ സ്പൂൺ തൈര്, 2 ടേബിൾ സ്പൂൺ നെയ്യും 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസും ഒഴിക്കുക. ആവശ്യത്തിന് ഉപ്പും ഇടുക. നന്നായി എല്ലാം ഒന്ന് മിക്സ് ചെയ്യണം. ഉള്ളിയൊക്കെ നന്നായി സോഫ്റ്റ് ആവണം. അപ്പോഴേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. ഇനി ചിക്കൻ ഇടുക. ഇനി ചിക്കനും കൂടി ഒന്നിട്ട് നന്നായി മിക്സ് ചെയ്യണം. ഈ സമയത്ത് ഉപ്പും കൂടി നോക്കണേ. ഇത് ഞാൻ ചിക്കനും കൂടി ഒന്ന് ചേർത്ത് നന്നായി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. മിനിമം 1 മണിക്കൂർ ഇത് നമുക്ക് അടച്ചു വെക്കാം. അത് കഴിഞ്ഞിട്ട് വേണം കേട്ടോ ബിരിയാണി ഉണ്ടാക്കാൻ. 2-3 തവണ അരി ഒന്ന് നന്നായി കഴുകി 1/2 മണിക്കൂർ സോക്ക് ചെയ്ത് വെക്കണം. ഈ ബിരിയാണിക്ക് വേണ്ടി 1/2 കിലോ ജീരകശാല റൈസാണ് ഞാൻ എടുത്തേക്കുന്നത്. അരിയൊക്കെ കഴുകി കഴിഞ്ഞിട്ട് നമുക്ക് അരി തിളപ്പിക്കാനുള്ള വെള്ളം വെക്കാം. വെള്ളം ഒന്ന് നന്നായി തിളയ്ക്കുന്ന സമയത്ത് 2 പീസ് പട്ടയും 5 ഏലക്കയും 6 ഗ്രാമ്പൂവും 1 തക്കോലവും അതിലോട്ടിടുക. അരിക്ക് വേണ്ടിയ ഉപ്പും നെയ്യും ഇടുക. വെള്ളമൊക്കെ ഒന്ന് നന്നായി തിളച്ചു. ഇനി നമുക്ക് അരി ഇടാം. നന്നായി ഒന്ന് ഇളക്കാം. അരിക്ക് ഒത്തിരി വേവൊന്നും വേണ്ട കേട്ടോ, പകുതി വേവേ ആവാവുള്ളൂ. ഇനി വേണം നമുക്ക് ദം ചെയ്യാൻ. ഇത് ഞാനിപ്പം 1.5 മണിക്കൂറായി മിക്സ് ചെയ്ത് വെച്ചിട്ട്. ഞാനിവിടെ മീഡിയം സൈസിലുള്ള സവോളയും കുറച്ച് കാഷ്യൂനട്ട്സും കുറച്ച് റീസിൻസും ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് നെയ്യിൽ. സൈഡിൽ നിന്ന് വന്നത് പാലും മഞ്ഞളുമാണ് കേട്ടോ. അത് നമ്മുടെ ബിരിയാണിയിൽ ഒഴിക്കാനുള്ളതാണ്. പകുതി റൈസ് ഒന്ന് നിരത്തി കൊടുക്കാം. ഇതുപോലെ ഒന്ന് ലെവലാക്കി വെക്കണം. അതിൻ്റെ മുകളിൽ മല്ലിയിലയും പുതിന ഇലയും. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള പാലും മഞ്ഞളും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കണം. ഇവിടെ ഞാൻ കുറച്ചധികം കാഷ്യൂനട്ട്സും റേസിൻസും എടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ. ബാക്കി റൈസും കൂടി ഒന്ന് നിരത്തി കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ആവശ്യത്തിന് കാഷ്യൂനട്ട്സും റേസിൻസും പുതിന ഇലയും മല്ലി ഇലയും ബിരിയാണി മസാലയും ഒന്ന് വിതറിയിടണം. മീഡിയം ഫ്ലെയിമിൽ 15 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യണം. ടൈറ്റായിട്ടുള്ള ലിഡ് ഇല്ലെങ്കിൽ അലുമിനിയം ഫോയിൽ വെച്ച് കവർ ചെയ്യുക.
ഇനി നമുക്ക് 30 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെക്കാം. മുപ്പത് മിനിറ്റ് കഴിഞ്ഞ് നമുക്കൊന്ന് തുറന്നു നോക്കാം. അരേ വാ, എന്താ മണം! അങ്ങനെ നമ്മുടെ തലശ്ശേരി ചിക്കൻ ദം ബിരിയാണി റെഡിയായി കഴിഞ്ഞു. ഇത് കണ്ടപ്പോഴേ എൻ്റെ വായി വെള്ളം വന്നു. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. ഓക്കെ, ടാറ്റാ.